കേരളം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഷാരോൺ രാജിന്റെ കൊലപാതകവും പ്രതിക്ക് വിധിച്ച ശിക്ഷയെ പറ്റിയിട്ടും. ഈ ഒരു കാര്യത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഇതിൽ ഒരാൾക്ക് ആ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിലുള്ള രണ്ട് വ്യക്തികളിൽ ഒരാൾക്ക് ഒരു റിലേഷൻഷിപ്പ് മുന്നിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് അവർക്ക് എടുക്കാനായിട്ട് സാധിക്കും? രണ്ടുപേര് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരാൾക്ക് അതിൽ നിന്ന് പിന്മാറണമെന്ന് തോന്നുന്നത് തികച്ചും സാധാരണമാണ്. ഇതിന് ഒരാൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായാൽ അവർ സ്വയം തീരുമാനങ്ങൾ എടുക്കാതെ ഫസ്റ്റ് ചെയ്യേണ്ടുന്നത് ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് എടുക്കുക എന്നുള്ളതാണ്. അതൊരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ ആരുമാകാം. അവരുടെ തോന്നലുകൾ ആ ഒരു വ്യക്തിയുമായിട്ട് തുറന്ന് സംസാരിക്കുക. അവരുടെ ഏതൊക്കെ ഏരിയയിലാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതെന്ന്, അത് ഇമോഷണൽ ആണോ, അതോ ഫിസിക്കലാണോ, ഫിനാൻഷ്യലാണോ, അതോ സോഷ്യലാണോ, അതോ ഫിസിക്കലാണോ, ഏത് രീതിയിലാണ് അവർക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. രണ്ടാമത്തെ കാര്യം, ഇതൊരു ജെനുവിൻലി ഉള്ള കാര്യമാണോ അതോ അവരുടെ തോന്നലാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാകുന്നതാണ് എന്നുണ്ടെങ്കിൽ അതിന് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതെങ്ങനെ ഇതൊരു വൈൻഡപ്പിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ്. അതിനെക്കുറിച്ചിട്ടാണ് അടുത്തത് ആലോചിക്കേണ്ടത്. അതല്ല ഒരു തോന്നലാണ് എന്നുണ്ടെങ്കിൽ ആ തോന്നലുകളെ എങ്ങനെ മോർ റിയലിസ്റ്റിക് രീതിയിൽ ആ ഒരു ബന്ധത്തിൽ മാറ്റി കൂടുതൽ ബെറ്ററായിട്ട് ആപ്ലിക്കബിൾ ആക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാനുള്ളത്. ഈ റിലേഷൻഷിപ്പിലാകുന്ന വ്യക്തികളുടെ ഇടയിൽ സ്വകാര്യമായിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളും ഒക്കെ അയക്കുന്നത് ഒരു സാധാരണ സംഭവം മാത്രമാണ്. ഇപ്പോൾ ഇത്തരത്തിൽ അയക്കുന്ന ഫോട്ടോകൾ പിന്നീട് അവരുടെ റിലേഷൻഷിപ്പിൽ നിന്നും ബാക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മിസ്യൂസ് ചെയ്യുന്നതായിട്ട്, അത് ഉപയോഗിച്ചവരെ ഭീഷണിപ്പെടുത്തുന്നതായിട്ടൊക്കെ നമ്മൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഇത്തരത്തിൽ ഉള്ള ഒരു ഭീഷണി നേരിട്ട ഒരു വ്യക്തിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും? ആ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്നെ പുറകിലേക്ക് വരികയും വേണം, ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യുകയും വേണം. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ, പ്രണയം എന്നത് ഫോട്ടോസിലോ മെസ്സേജസിലോ വീഡിയോസിലോ അല്ല. പ്രണയം എന്നത് രണ്ടുപേർ തമ്മിലുള്ള അവരുടെ പ്രസൻസിലാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അവർ രണ്ടുപേരും ചിലവഴിക്കുന്ന നിമിഷങ്ങൾ, അതിന് നമ്മൾ ഫോട്ടോസോ വീഡിയോസോ മെസ്സേജസോ ആക്കി സ്മാരകങ്ങളാക്കി മാറ്റേണ്ടത് ആവശ്യമില്ല. സോ ഈ ഒരു നോളജ് നമ്മൾ മുതിർന്നവരിലേക്കും കുട്ടികളിലേക്കും എല്ലാം നമ്മൾ സ്പ്രെഡ് ചെയ്താൽ തന്നെ ഇതിൻ്റെ 50% അപകടം ഒഴിഞ്ഞു കിട്ടും. പ്രണയിക്കുന്നതിന് ഫോട്ടോസുകൾ വേണ്ട, വീഡിയോസുകൾ വേണ്ട, അത് ന്യൂഡ് വീഡിയോസുകൾ വേണ്ട, ഒന്നും വേണ്ട. പിന്നെ രണ്ടാമത്, ഇപ്പൊ തന്നെ കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരം ഫോട്ടോസും വീഡിയോസും മെസ്സേജസും കൈമാറിയിട്ടുണ്ടാകും. ഇവർക്ക് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളത്, ഇത് എപ്പോഴാണോ നിങ്ങൾക്ക് ഇതൊരു തെറ്റാണെന്ന് തോന്നുന്ന ആ നിമിഷം, അല്ലെങ്കിൽ അതിലൊരു ഡേഞ്ചർ ഉണ്ടെന്ന് തോന്നുന്ന ആ നിമിഷം നിങ്ങൾ നിങ്ങളുടെ പ്രണയിനിയുമായിട്ടോ അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളുമായിട്ടോ ഇത് തുറന്ന് സംസാരിക്കുക. രണ്ടുപേരുടെയും പ്രസൻസിൽ തന്നെ അതിനെ ടോട്ടലി ഡിലീറ്റ് ആക്കുക. അതിലേതെങ്കിലും ഒരാൾ ഇത് ഡിലീറ്റ് ചെയ്യാൻ വിസമ്മതിക്കുന്നുവെങ്കിൽ ആ പ്രണയത്തിൽ മുന്നോട്ട് പോകുന്നതിൽ കഴമ്പില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നമ്മൾക്ക് ഇത് ഒരു എന്താണ് ദുരവസ്ഥയിലേക്ക് എത്തി, അല്ലെങ്കിൽ അതിങ്ങനെ ഒരു ഭീഷണിയിലേക്ക് എത്തി എന്നുണ്ടെങ്കിൽ ഒരിക്കലും കുട്ടികൾ ഇതിൽ ഭയന്ന് പിന്മാറേണ്ടുന്ന ആവശ്യമില്ല. നമ്മളുടെ നിയമവ്യവസ്ഥയിൽ ഇതിന് വളരെ നന്നായിട്ട് ഇതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഇല്ലാതാക്കാനുള്ള, അല്ലെങ്കിൽ തടയാനുള്ള മാർഗങ്ങളുണ്ട്. ഇനി ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു ഭീഷണികൾ നേരിടുന്നവരാണ് നിങ്ങൾ എങ്കിൽ നമ്മളുടെ നിയമവ്യവസ്ഥയിൽ ഇവയെ ഇല്ലാതാക്കാനുള്ള സൈബർ നിയമങ്ങളും മറ്റ് പലതരത്തിലുള്ള നിയമ സംവിധാനങ്ങളും ഇന്ന് നിലവിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ ഓർത്ത് വിഷമിക്കേണ്ട, അല്ലെങ്കിൽ ഒരു ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ ഒരു ഡിപ്രസീവ്നെസ്സിലേക്കോ ഒന്നും നിങ്ങൾ പോകേണ്ട. നേരെ നിയമത്തിന്റെ മുന്നിലേക്ക് എത്തി അതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് വേണ്ടുന്നത്.